കണ്ട വൈറൽ ദൃശ്യങ്ങളിലെ വാഹനം കടന്നുപോകുന്ന പാതയാണിത്. പാലാ ഈരാറ്റുപേട്ട സംസ്ഥാന പാത. എന്തുകൊണ്ടാണ് ഈ പാതയിൽ ഇവിടെ ഇത്രമാത്രം വെള്ളം കെട്ടി നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ റോഡിൽ മൂന്നാനിക്കും ചെത്തിമറ്റത്തിനുമിടയിൽ പാതയുടെ ഇരുവശത്തുമുള്ള കാനകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതായത് ഈ കാനയ്ക്ക് സൈഡിലായിട്ട് യാതൊരു വിധമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. മീനച്ചിലാറ്റിൽ നിന്നും ഈ കാനയിലേക്ക് വെള്ളം ഇരച്ചു കയറി വരും. മഴയുള്ള സമയത്താണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ കാനയിലേക്ക് വെള്ളം ഇരച്ചു കയറി വരികയും കാനയിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കയറുകയും വെള്ളക്കെട്ട് ശക്തമായി തന്നെ രൂപപ്പെടുകയും ചെയ്യും. പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ ഏറ്റവും ആദ്യം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ആറ് വളരെ അടുത്താണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവിടെ വെള്ളം കയറുന്നത്. ഈ റോഡ് പൊങ്ങാന്നുള്ള അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ താഴ്ന്ന സ്ഥലമായിരുന്നു. ഇപ്പം ബിൽഡിങ്ങുകളെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ശക്തമായ ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഒരു ചെറു വാഹനം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ആ വാഹനം ഇതിലേക്ക് മറിയാനും ഒരു ജീവഹാനി വരെ സംഭവിക്കാനുമുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ഒരു ഫ്ലഡായിരുന്നത്. തലേ ദിവസം ഒറ്റ മഴയ്ക്ക് വന്ന വെള്ളമാണ്. അപ്പം പാലായിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ നമുക്ക് പാലായ്ക്ക് പോകാനുള്ള ഏക വഴിയാണിത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. ആരാണേലും അവരത് വേറെ ആരും തന്നെ അത് അനുകരിക്കരുത്. വരാനിരിക്കുന്നത് മൺസൂൺ കാലമാണ്. ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.